അലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലമീൻ, വെരി ഗുഡ് മോർണിംഗ്. LDF ക്യാമ്പിനും ഇതേ ആത്മവിശ്വാസമാണെന്ന് തോന്നുന്നു. മാത്രമല്ല, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFന് അനുകൂലമാണ് എന്ന ഒരു പരമ്പരാഗത ധാരണയുണ്ട്. ആ ധാരണ തന്നെയാണ് LDF പ്രവർത്തകർക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ചേലക്കര, വരവൂർ പഞ്ചായത്ത്, അതേപോലെ ദേശമംഗലം പഞ്ചായത്ത്, ഈ പഞ്ചായത്തിലെല്ലാം LDFന് നിർണായക സ്വാധീനമുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം കേഡർ വോട്ടുകൾ കൃത്യമായും പെട്ടിയിൽ വീണിട്ടുള്ളത് എന്ന് തന്നെയാണോ CPMന്റെ വിലയിരുത്തൽ? അലമീൻ, അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയപ്പോൾ ഒരു ആശങ്ക ഇടത് ക്യാമ്പിലുണ്ടായിരുന്നു. പരാജയപ്പെടുമെന്നുള്ള ആശങ്കയല്ല, പക്ഷെ എന്നാൽ പോലും ഇടത് കോട്ടയായി ഉറച്ചു നിന്നൊരു മണ്ഡലം ഇത്തവണ ഒന്ന് ചാഞ്ചാടുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. മറ്റു ചില ഘടകങ്ങളും അവരെ ആശങ്കയ്ക്ക് അടിസ്ഥാനമായ രീതിയിൽ രൂപപ്പെട്ട് വരികയും ചെയ്തു. അത്തരം ചില സാഹചര്യം രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ കൃത്യമായി ഇടപെടാനും മന്ത്രിപ്പട ഉൾപ്പെടെ ഇറക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു കൃത്യമായ പ്രവർത്തനം അവർ നടത്താൻ ശ്രമിച്ചിരുന്നു. ആ പ്രവർത്തനം ഫലം കണ്ടു എന്നുള്ളതാണ് ഇന്നലെ ഈ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ വലിയ ഒരു ഭൂരിപക്ഷമൊന്നും കെ രാധാകൃഷ്ണൻ നേടിയതുപോലൊരു ഭൂരിപക്ഷമൊന്നും ഇടത് ക്യാമ്പ് അവകാശപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സംസാരിക്കുമ്പോൾ മണ്ഡലത്തിലെ ചുമതലയ്ക്കുണ്ടായിരുന്ന ഒരു മന്ത്രി പറഞ്ഞത് 10,000 വോട്ട് അല്ലെങ്കിൽ അതിൽ താഴെ എന്നുള്ളതായിരുന്നു അവരുടെ കണക്കുകൂട്ട്. ഈ വോട്ടെടുപ്പിന് ശേഷം എത്ര ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നലെ പല നേതാക്കളുമായും സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാലോ, CPMന്റെ ഒരു രീതി വെച്ച് ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകളൊക്കെ ശേഖരിച്ച് ആധികാരികമായി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ആ ഒരു കണക്കുകളും പ്രതീക്ഷകളും അവർ പറയുക. പക്ഷേ ഏതായിരുന്നാലും നമ്മുടെ പൊതുവൊരു വിലയിരുത്തൽ ഒരു 5000-ന് മുകളിലേക്ക് ആര് വിജയിച്ചാലും ഭൂരിപക്ഷം പോകാനുള്ള സാധ്യത കാണുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പ്രകടമായ പല അണ്ടർ കറൻസും നമ്മൾ വിലയിരുത്തുമ്പോൾ അത്തരമൊരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവരുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതാണ്ട് ഉച്ചവരെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളെല്ലാം കൃത്യമായ കേഡർ വോട്ടുകളാണ്. ഇടത് അനുഭാവമുള്ള വോട്ടുകളും ആ അർത്ഥത്തിൽ പോൾ ചെയ്യാനായി എന്നുള്ളത് അവർ കൃത്യമായി തന്നെ വിലയിരുത്തുന്നു. UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയും വലിയ സന്നാഹങ്ങളും ഒക്കെ ഇറക്കി പ്രവർത്തിച്ചു. ഒരുപക്ഷെ ഒരു അട്ടിമറിയിലൂടെ UDF മണ്ഡലം തിരിച്ചു പിടിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പ്രതീതിയും അല്ലെങ്കിൽ അത്തരമൊരു അട്ടിമറി സാധ്യതകൾക്കൊന്നും നിലവിൽ സ്പേസ് ഇല്ല, സാഹചര്യമില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവിൽ ഇടത് ക്യാമ്പിനുള്ളത്. പരമ്പരാഗതമായി അവർക്കൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളൊക്കെ തന്നെ ഇത്തവണയും ഒരു ഇളക്കവും ഉണ്ടാകില്ല. ന്യൂനപക്ഷ വോട്ടുകളിലും ആ വിധത്തിലൊരു ഇളക്കം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. പക്ഷേ പൊതുവിൽ ഉയർന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥി എത്ര മേൽ ഒരു നേട്ടമുണ്ടാക്കുമെന്നുള്ളതാണ്. അത് അങ്ങനെ നേട്ടമുണ്ടാക്കിയാലും കൂടുതൽ വോട്ടുകൾ പിടിച്ചാലും അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗ മേഖലകളിൽ നിന്നായിരിക്കും. അങ്ങനെ ഒരു മുന്നേറ്റം BJP ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും BJP അങ്ങനെ ആ മേഖലകളിൽ നിന്ന് പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി കെ രാധാകൃഷ്ണന് വ്യക്തിപരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകളിൽ ഒരു ഇളക്കം തട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഇടത് ക്യാമ്പിന് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോഴുമുണ്ട്. ഒപ്പം PB അൻവറിന്റെ സാന്നിധ്യം അത് വലിയ ഒരു അപകട ഭീഷണിയായി ഇടത് ക്യാമ്പ് കാണുന്നില്ല. പക്ഷേ ഈ ദളിത് കോളനികളിലൊക്കെ പോയിട്ട് അവിടെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും വീട് വയ്ക്കുന്നതിനുള്ള പ്രഖ്യാപനവും അതിനുള്ള ഉറപ്പൊക്കെ PB അൻവർ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില അപേക്ഷകളൊക്കെ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ആ മേഖലകളിൽ നിന്ന് ഒരു ഒഴുക്ക്, അങ്ങനെ ഒഴുക്കെന്ന് പറയുമ്പോൾ വലിയ കുത്തൊഴുക്കല്ല, എന്നാൽ പോലും ഒരു ഒഴുക്കുണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും അതൊരു പക്ഷേ ചോർത്തുക കെ രാധാകൃഷ്ണന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത, ഭൂരിപക്ഷത്തിന്റെ കണക്ക് കുറയുമെന്നുള്ളതല്ലാതെ ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത അവർ കാണുന്നില്ല. എത്ര ഭൂരിപക്ഷം ഇനി കുറഞ്ഞാൽ പോലും വിജയിക്കാനാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇടത് ക്യാമ്പിനുള്ളത്. ഇനി വിജയിച്ചു വരുമെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കണക്ക്, ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് കൂട്ടലുകൾ അത് നടക്കുന്നതേ ഉള്ളൂ. അതിനിപ്പോ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ചേർന്നായിരിക്കും താഴെ തട്ടിലുള്ള കണക്കുകൾ ശേഖരിച്ച് അത് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ നൽകേണ്ടതുണ്ട്. ആ ഒരു വിലയിരുത്തലിലേക്കും കണക്ക് കൂട്ടലിലേക്കും പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഉച്ചയോടുകൂടി അവരുടെ ഒരു പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ പഞ്ചായത്ത് തിരിച്ചുള്ള പോളിംഗ് പെർസെന്റേജ് വന്നിട്ടുണ്ട്. അതിൽ കൗതുകകരമായ ഒരു കാര്യം, ഈ തിരുവല്ലോമലയിൽ 70.95%. തിരുവല്ലോമലയിലാണ് BJPക്ക് വലിയ സാധ്യതയുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ തിരുവല്ല NDAക്ക് വലിയ സ്വാധീനവുമുണ്ട്. 6 വാർഡുകൾ BJPക്കൊപ്പവുമാണ്. കെ ബാലകൃഷ്ണൻ തിരുവല്ലോമല മണ്ഡലത്തിലേതാണ്. അവിടെ 70.95% ഉള്ളൂ. പക്ഷേ പ്രദീപ് വരുന്ന ദേശമംഗലത്ത് 73% പോളിംഗ്. വരവൂര് LDFന്റെ കുത്തക മണ്ഡലമാണ്. 73.08% വരവൂർ പഞ്ചായത്തിൽ. അതേപോലെ ചേലക്കരയിൽ 72.43%. പാഞ്ഞാൾ LDFനോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ്. 75% പാഞ്ഞാളിൽ. അപ്പോൾ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. UDFന്റെ ശക്തി കേന്ദ്രം, ഉദാഹരണത്തിന് പഴയന്നൂര് 72% ഉള്ളൂ. അപ്പോൾ അത് ചില സൂചനകൾ നൽകുന്നുണ്ടോ അല്ലമീൻ? ആ കണക്കുകൾ വെച്ച് തന്നെയാണ് ഇടത് ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം അരുൺകുമാർ, നമ്മൾ ഇന്നലെ രാവിലെ UR പ്രദീപുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം ഒരു
വരിഞ്ഞു മുറുകിയ ഒരു അന്തരീക്ഷമായിരുന്നു. അത് എന്താണ് എന്നുള്ള സ്വാഭാവിക ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഒരു ടെൻഷൻ ആയിരിക്കണം. അത് അദ്ദേഹം ഉച്ചവരെയും മറ്റു ബൂത്തുകളിലേക്ക് കറങ്ങി നടക്കുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ആ ഒരു ടെൻഷൻ പ്രകടമായിരുന്നു. പക്ഷേ അരുൺകുമാർ, ഈ പോളിംഗ് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ റിലാക്സ് ആയി, വളരെ റിലീഫായി, വളരെ കൂളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായും ഒരു പ്രാഥമിക കണക്കൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് അത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് അനുകൂല കോട്ടകളിലെല്ലാം അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാനായി എന്നുള്ള ഉറച്ച വിശ്വാസവും ബോധ്യവും ഇടത് ക്യാമ്പിനുണ്ട്. ഒരു തരത്തിലുള്ള അട്ടിമറിയും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ പ്രതികൂല അന്തരീക്ഷവും പ്രതികൂല രാഷ്ട്രീയ സാഹചര്യവും നിലനിന്നിരുന്ന ഘട്ടങ്ങളിലൊക്കെയും ചേലക്കര ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നൊരു കോട്ടയാണ്. ആ കോട്ട ഇളക്കാൻ തക്ക വിധത്തിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും ഇപ്പോൾ പ്രതികൂലമായി വന്നിട്ടില്ല എന്നുകൂടി ഇടത് ക്യാമ്പ് ഒരു അപകടം ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചേലക്കര മണ്ഡലത്തിൽ, അതേസമയം വയനാട് മണ്ഡലത്തിൽ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞത് കോൺഗ്രസിനെയും വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഭൂരിപക്ഷം കുറയുമോ എന്നതാണ്. പക്ഷേ രമ്യ ഹരിദാസിന്റെ അട്ടിമറി സാധ്യത ഒരുപക്ഷെ 77% പോളിംഗ് വന്നിരുന്നുവെങ്കിൽ കൂടുമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.